Hi, hello and welcome back to our channel, My Cooking Stories. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഫുൾ ചിക്കൻ റോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്നൊരു ഹസ്ബൻഡ് സ്പെഷ്യൽ കുക്കിംഗ് കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ഒരു ഫുൾ ചിക്കനാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഒരു 1.5 കിലോ ഒക്കെ ഉണ്ടാവുന്നൊരു ചിക്കനാണ്. ഇത് നന്നായിട്ട് കഴുകി വാഷ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ വരയാം, എന്നാൽ മാത്രമേ ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച് പൊടികളൊക്കെ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്തിട്ട് ഒരു ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 4 വലിയ സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സവോള നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഏകദേശം ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാല പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സവോളയും അതുപോലെ മസാലപ്പൊടികളും ഒന്ന് നന്നായിട്ട് റോസ്റ്റായി കിട്ടണം. അതായത് മസാലപ്പൊടികളുടെയൊക്കെ ആ റോ സ്മെല്ല് മാറുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഈ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വഴറ്റിയ മസാല ഒന്ന് നന്നായി ചൂട് പോയതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ബാക്കി വന്ന മസാല ഇതുപോലൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലയിൽ കിടന്നിട്ടാണ് നമ്മുടെ ചിക്കൻ കുക്കായി കിട്ടേണ്ടത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. അതായത് ചിക്കൻ ഒന്ന് കുക്കായി കിട്ടാനുള്ള വെള്ളം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ചിക്കൻ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം.
ഇതിനി ഒരു സൈഡ് കുക്കായതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നാൽ മാത്രമാണ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് കുറച്ച് ഓയിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫുൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം ഗ്രേവി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്